ആ ചിപ്പി മോളെ, നീയേ ഇതങ്ങ് ഇട്ട് നോക്കിക്കേ കറക്റ്റ് ആണോന്ന്. പിന്നെ ഞാനേ രണ്ടടിപ്പ് ഇട്ടിട്ടുണ്ട്, ടൈറ്റ് ആണെങ്കിൽ അഴിച്ചാ മതി. നാളെ നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നില്ലേ വൈകുന്നേരം? അന്നേരം ഇട്ടുകൊണ്ട് പോവാ, ഇട്ട് നോക്ക്. അമ്മ കൂടി വാമേ സിനിമയ്ക്ക്. ഓ എന്റെ പൊന്നു കുഞ്ഞെ, ഇപ്പൊ നിങ്ങൾ പോയിട്ട് വാ, ഞാനങ്ങും വരുന്നില്ല. ഒരുപാട് തയ്ക്കാൻ കിടക്കും. ഇനിയിപ്പോ വിഷുവും ഈസ്റ്ററും എല്ലാം കൂടെ വരുമല്ലേ. എന്തുമാത്രം തയ്ക്കാൻ കിടക്കുന്ന, കല്യാണത്തിന്റെ ഒക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നാൽ ശരിയായില്ല മോനെ. എനിക്കും തയ്ക്കാനൊക്കെ പഠിക്കണമെന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ മെഷീൻ ചവിട്ടാൻ കൂടി അറിയില്ല. അതൊക്കെ ഞാൻ പിന്നെ പഠിപ്പിച്ചു തരാം. ഇച്ചിരി മെഷീനൊക്കെ അത്യാവശ്യമൊക്കെ തയ്ക്കാനൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ. ശാരി ചേച്ചി, ശാരി ചേച്ചി, അമ്മ ആരോ വിളിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും ഇത് ഇട്ട് നോക്കട്ടെ. ഉഷയായിരുന്നോ? എടി ഞാനേ തയ്ച്ചു കഴിഞ്ഞില്ല, ചെറിയൊരു പണിയും കൂടി ഉള്ളു, വൈകുന്നേരത്തേക്ക് തരാം. അയ്യോ എന്റെ ചേച്ചി, ഞാൻ ഇനിയും വരണോ? വേണ്ട വേണ്ട, ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ കൊണ്ട് തന്നേക്കാം, പോരെ? എനിക്കുണ്ടല്ലോ നാളെ രാവിലെ പോണം കല്യാണത്തിന്. മറ്റന്നാളാ കല്യാണം. രാവിലെ അവിടെ എത്തിയില്ലെങ്കിലേ എന്റെ നാത്തൂൻ എന്നെ കൊത്തി നുറുക്കി സാമ്പാറിന്റെ കൂടെ ഇടും. എന്തായാലും ഇന്ന് വരും, പേടിക്കണ്ട കേട്ടോ. ഒരുപാട് തയ്ക്കാനുണ്ടായിരുന്നോണ്ടാ. അതിനിടയ്ക്ക് കല്യാണങ്ങളും കൂടി ഉള്ളത് കൊണ്ടിട്ടേ ഇഷ്ടംപോലെ ഉണ്ട് തയ്ക്കാൻ വേണ്ടിട്ട്. ഞാനാണെങ്കിൽ ആ സുധേനോടൊക്കെ ഞാൻ പറഞ്ഞു, നമ്മുടെ ആ മറ്റേ വിജിയുടെ അടുത്ത് കൊണ്ട കൊടുക്ക്. ഇതെല്ലാം കൂടി എനിക്ക് ഒത്തിരി ഉണ്ട്, നമ്മള് പറഞ്ഞിട്ട് കേൾക്കണ്ടേ, എല്ലാവരും തയ്ച്ചു കൊടുക്കുകയും വേണം. സമയത്ത് തീരണ്ടേ, അതുകൊണ്ടിട്ടാ. വൈകുന്നേരം എത്തിച്ചേക്കാം. ആ അത് പിന്നെ നിങ്ങളുടെ തയ്യലല്ലേ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ നല്ലോണം തയ്ക്കുന്നോണ്ട് നമുക്ക് വേറെ എവിടെയും കൊടുക്കാനും തോന്നുന്നില്ല, അതുകൊണ്ടല്ലേ. അല്ല മരുമോൾ എന്തി, ഉഷാറാണോ? ഓ അവള് ഉഷാറാ. ഞാനേ പിന്നെ രണ്ടാഴ്ച മുന്നേ ഞാൻ മറ്റേ നമ്മുടെ തുണിക്കടയിൽ പോയപ്പോ ഒരു തുണി എടുത്തായിരുന്നു, അത് ടോപ്പ് തയ്ച്ചു കൊടുത്തു, അത് ഇട്ട് നോക്കാൻ വേണ്ടി വിട്ടേക്കുവാ. ആ അന്ന് ഞാൻ പോട്ടെ, കൊണ്ടുവരണേ. ആ അല്ല കൊച്ചേ, ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പഠിക്കാനൊന്നും പോയില്ലേ? കുറെ വർഷം വീട്ടിൽ വെറുതെ നിന്നോ? എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൂടായിരുന്നോ ആ സമയം കൊണ്ട്? വെറുതെ കൊല്ലങ്ങൾ പാഴാക്കി കളയാതെ എന്തെങ്കിലും ഒരു ജോലി ആയില്ലായിരുന്നോ? മതി പഠിച്ചതെന്ന് അമ്മ പറഞ്ഞു. ഡിഗ്രി തന്നെ ഞാൻ കരഞ്ഞു പിഴിഞ്ഞു പറഞ്ഞിട്ടല്ല പഠിക്കാൻ വിട്ടത്. പെൺപിള്ളേര് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, അവൻ പഠിക്കട്ടെ എന്നും പറഞ്ഞ അനിയനെ പഠിക്കാനൊക്കെ വിട്ടു. എന്നെ ഡിഗ്രി കൊണ്ട് നിർത്തിച്ചു. നല്ല അമ്മ. നിനക്ക് വല്ലതും പഠിക്കാൻ പോണെങ്കിൽ പൊക്കോടി കൊച്ചേ, വല്ലതും പഠിച്ചോ? ഇനിയോ? ഏ ഇനിയോന്നോ? ഇനിയോന്ന് പറയാൻ വേണ്ടിട്ട് ഇപ്പം പിള്ളേരും ബാധ്യതയും ഒന്നും ആയിട്ടില്ലല്ലോ. അതിനൊക്കെ മുമ്പ് വല്ലതും പഠിച്ച് ജോലി ആക്കണമെങ്കിൽ പോക്കോ. ഇവിടെ അടുത്തൊരു ബാങ്ക് കോച്ചിങ് ഉണ്ട്, പിന്നെ നല്ല ക്ലാസ്സാന്നാ പറഞ്ഞത്. അതുകൊണ്ട് നിനക്ക് പോണെങ്കിൽ പോയി ചേർന്നോ, പഠിക്കുമെങ്കിൽ ഞാൻ കൊണ്ടുപോയി ചേർക്കാം. ഉം നോക്കാം അമ്മേ. ആ പരീക്ഷയ്ക്ക് തോറ്റല്ലേ? ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ, ഇവൾ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മേ ഞാൻ ഇങ്ങനെ ബാങ്ക് കോച്ചിങ്ങിന് പോവുകയാണെന്ന്. ഞാൻ അന്നേരം പറഞ്ഞതാ പഠിക്കാനൊന്നും പോകണ്ട, പഠിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇവളെ പഠിപ്പിക്കാൻ വിടണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? തോറ്റേക്കുന്നു, എനിക്ക് അപ്പളേ തോന്നി തോക്കൂന്ന്. വല്ല പിള്ളാരെയും പ്രസവിച്ച് അതുങ്ങളെ നോക്കി വീട്ടിൽ ഇരിക്കണ്ടേന്. ഇന്നത്തെ കാലത്ത് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിലേ നല്ല അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ പിള്ളേരുടെ കാര്യം പറഞ്ഞില്ലേ, അവർക്കും കൂടി ഒരു ജോലി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പിള്ളേരെ കുറച്ചും കൂടെ നന്നായിട്ട് വളർത്തിക്കൂടെ? അത് മാത്രമല്ല, ഒരു ജോലി ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ധൈര്യവും നല്ല തന്റേടോ ഒക്കെ ഉണ്ടെങ്കിൽ അവള് കുറച്ചും കൂടി അങ്ങ് ബോൾഡ് ആകിയല്ലേ, ഒരു ആത്മവിശ്വാസം കൂടിയല്ലേ. ജോലി എന്ന് പറയുന്നത് ഒരു മോശം സംഭവം ഒന്നും അല്ല. അതിന് വല്ല തയ്യലും പിടിച്ചാ പോരെ, വീട്ടിലിരുന്ന് പണിയെടുക്കുകയും ചെയ്യാം, പൈസ കിട്ടുകയും ചെയ്യുമല്ലോ. അല്ലാണ്ട് ഈ പുറത്തൊക്കെ വിട്ട് പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട്? പിന്നെ തയ്യലും പഠിപ്പിച്ചാൽ മതിയെന്നേ, വീട്ടിലിരുന്ന് അവള് തയ്ച്ചോളിയേ. അവർക്ക് നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ആദ്യം ഒന്ന് എഴുതിയപ്പോ തോറ്റുപോയെന്നും പറഞ്ഞ് ഇനി ശ്രമിച്ചു നോക്കാലോ. ഏ ഇത് ഇനി ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമാ. അവൾ ഇത്രയും കാലം ഒന്നും പഠിക്കാതെയൊക്കെ ഇരുന്നേച്ചതല്ലേ. ഒന്നുകൂടെ എഴുതിയാൽ കിട്ടുന്ന എനിക്ക് അത്ര നല്ല ഉറപ്പുണ്ട്. അവൾ പഠിക്കട്ടെന്നേ. ഞാൻ ഇവളുടെ പെറ്റമ്മ ആയതുകൊണ്ട് പറയുവാന്ന് വിചാരിക്കരുത്. ചുമ്മാ കാശ് കളയാൻ നിൽക്കണ്ട. അമ്മയ്ക്കും എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. എന്നെ പഠിക്കാനായിട്ട് അമ്മ സമ്മതിച്ചിട്ടുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് എന്നെ എന്റെ ഭർത്താവിന്റെ അമ്മ പഠിപ്പിക്കുമ്പോ അമ്മ എന്തിനാ അതിനും മുടക്കം പറയുന്നത്? ചിപ്പി മോളെ, അമ്മയ്ക്ക് ചായ എടുത്തു കൊടുക്കും മോളെ, ചായ കൊടുത്തില്ലല്ലോ. ചിപ്പി മോളോ? പേരൊക്കെ അങ്ങ് മാറ്റിയോ? അത് ഞാൻ എനിക്കൊരു മോളുണ്ടാവുമെങ്കിലേ ചിപ്പി ഓമന പേരിടാന്ന് വിചാരിച്ചതാ. എനിക്ക് രണ്ട് ആൺപിള്ളേരല്ലേ, പെങ്കൊച്ചില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ എനിക്കൊരു മോളെ കിട്ടിയപ്പോ ഞാൻ അവളെ ചിപ്പി എന്നങ്ങ് വിളിക്കുന്നു. ഞങ്ങൾ ഇവളെ അങ്ങനെ ഓമന പേരൊന്നും വിളിക്കാറൊന്നുമില്ല. ചെറുക്കനെ വിളിക്കും, അവനെ കുക്കുമോനെന്നാ വിളിക്കുന്നത്. ഇവളെ ഞങ്ങൾ ഇതുവരെ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല, ഇവളുടെ പേര് തന്നെ വിളിക്കാറ്. ഞാൻ എന്തായാലും ഓമന പേരൊക്കെ ഇട്ടു. ഇനിയിപ്പം അടുത്ത ആഴ്ച മുതൽ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോവാ മോള്, പറഞ്ഞായിരുന്നോ? എന്തായാലും ഡ്രൈവിംഗും കൂടെ പഠിക്കട്ടെ. ബെസ്റ്റ്. ഇനി ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിട്ട് വിടാനിട്ടാ.
ആ നല്ല കാര്യമായി. ഇവിടെ നിങ്ങൾ ഡ്രൈവിംഗ് ഒന്നും പഠിക്കുവൊന്നുമില്ലേ? വെറുതെ നിങ്ങൾ അയ്യോ വേണ്ടാത്ത പണിക്ക് നിൽക്കട്ടെ. ഈ പെണ്ണങ്ങ് പഠിക്കുവൊന്നുമില്ല. വെറുതെ കുക്കുമോൻ പഠിച്ചു കേട്ടോ. അവൻ 18 വയസ്സിൽ തന്നെ അവൻ ലൈസൻസ് എടുത്തു. അവൻ മിടുക്കനാ. അവന് പിന്നെ ധൈര്യവും കഴിവും ഒക്കെ ഉണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ടെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ഇതിനെ കൊണ്ട് അതിനകത്ത് കൊള്ളാം. അതൊന്നും പഠിക്കുവൊന്നുമില്ല, ചുമ്മാ. അതിപ്പോ ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുകയോ ഇല്ല എന്നുള്ളത് ഇവിടെ വിട്ട് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. നിങ്ങൾ ഇവിടെ ഡ്രൈവിങ്ങിന് വിട്ടൊന്നുമില്ലല്ലോ. അവനെ മാത്രമല്ലേ വിട്ടുള്ളൂ. ഇവിടെ വിട്ട് നോക്കിയാൽ ഇവിടെ പഠിക്കുന്ന അറിയാൻ പറ്റുള്ളൂ. എന്തായാലും പോട്ടെ, അവള് പഠിച്ചോളും. ആ എന്റെ വാക്ക് കേൾക്കാണ്ട് ഇനി ഇവിടെ ഡ്രൈവിങ്ങിനോട് വിട്. ഈ പേടിച്ചു തൂറി പെണ്ണ് വല്ല വണ്ടി എടുത്ത് ഓടിച്ച് എവിടെയെങ്കിലും പോയി ആക്സിഡന്റ് ആയി വീണ് കൈയും കാലും ഒടിഞ്ഞു കിടന്നാൽ നിങ്ങൾക്ക് തന്നെ പണിയാ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പറ്റിയാലും ഞാൻ നോക്കിക്കോളാം. ചിപ്പിമോളുടെ അമ്മ പേടിക്കണ്ട. ചായ എടുക്കാം. സുധ കുറച്ച് പഴം തന്നതാ. എന്നാ കഴിച്ചോ, നല്ലതാ. അവരുടെ തൊടിയിലുണ്ടായതല്ലേ. അമ്മ പറഞ്ഞേച്ചു പോയതും കേട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുവാണോ? അമ്മ പറയുന്ന കേട്ടൊന്നും നീ തളരാൻ വേണ്ടി നിൽക്കണ്ട. അന്നേരം കുറച്ചും കൂടെ വാശിയോടെ പഠിക്കുക ചെയ്യേണ്ടത്. നല്ല മിടുക്കിയായിട്ട് പഠിച്ച് പാസ്സായി ജോലി കിട്ടിയിട്ട് അമ്മയുടെ മുന്നിൽ പോയി മിടുക്കിയായിട്ട് അങ്ങ് നിൽക്കണം. അതല്ലേ വേണ്ടത്? ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണോ വേണ്ടത്? അല്ലമ്മ, ഈ ഡ്രൈവിംഗ് പഠിക്കാൻ പോണോ? എനിക്കാണെങ്കിൽ പോകാനേ തോന്നുന്നില്ല. ഇനിയിപ്പൊ പഠിക്കാൻ പോകാനൊരു മൂടില്ലമ്മേ. പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകാതെ അമ്മ പറയുന്നതും കേട്ട് പേടിച്ചിരിക്കാനാണോ? അങ്ങനെയാണ് എന്റെ മോൾ അങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ഡ്രൈവിംഗ് പഠിക്കാൻ പോണേ പെണ്ണുങ്ങൾക്ക് അറിയാത്തതായിട്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല. കുറച്ച് തയ്യലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ പ്ലംബിങ്ങിന്റെതും എല്ലാം പഠിച്ചിരിക്കണം. അതുകൊണ്ടിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോയാലൊന്നും പറയണ്ടേ. ഞാൻ അടുത്ത ആഴ്ച കൊണ്ടുപോയി ചേർക്കും, അത്രേ ഉള്ളൂ. അമ്മയുടെ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് നല്ല ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ചില നേരത്തെ അമ്മയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊന്ന് ധൈര്യം അങ്ങ് കൂടുതലായിട്ട് കയറിയിട്ട് അങ്ങ് ലോകം വെട്ടിപ്പിടിക്കാനുള്ള ഒരു ആവേശം തോന്നും. മിടുക്കി. എന്റെ അമ്മ എന്നെ വീടിന് പുറത്തിറക്കിയിട്ടില്ല. ഞാൻ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും അടുക്കളപ്പണി കൊണ്ടുതരും. മതി പഠിച്ചത്, നീ അടുക്കളപ്പണി പഠിക്കുമെന്ന് പറഞ്ഞിട്ട്. ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിലൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ മുറിയിൽ നിന്ന് പുറത്തിറക്കൂല. പെൺകുട്ടികൾ അങ്ങനെ വേണം, അടക്കവും ഒതുക്കവും വേണം, ആരുടെ മുന്നിലൊന്നും പോയി അങ്ങനെ നിൽക്കാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞു പോയ ലൈഫാന്ന് വിചാരിച്ചാൽ മതി. ഇത് പുതിയ ജീവിതം. ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ജീവിക്കാൻ നോക്കണം. ഇനി അങ്ങോട്ടല്ലേ ജീവിതം കിടക്കുന്നത്, അല്ലേ? പഴം എടുത്തു കഴിക്കും. അല്ലടി, നിന്നെ മറ്റേ കല്യാൺ സാരീസില് കണ്ടെന്ന് പറഞ്ഞല്ലോ ലത. ഞാൻ കണ്ടായിരുന്നു ലതേച്ചിനെ. പിന്നെ ലത ചേച്ചിയുടെ മോന്റെ കല്യാണമായല്ലേ? അപ്പൊ അതിനുവേണ്ടി പെണ്ണിന് സാരി എടുക്കാൻ വേണ്ടിട്ട് വന്നതാ. രാകേഷ് ചേട്ടന്റെ കല്യാണം ആയത് ഞാൻ അറിഞ്ഞേ ഇല്ല. അവരവിടെ വെച്ച് കണ്ടപ്പോ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നേ. അമ്മയും പറഞ്ഞില്ലല്ലോ. നീ 8000 രൂപയുടെ സാരിയൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. നീ അങ്ങനെ സാരി ഉടുക്കാറില്ലല്ലോ. പിന്നെ ഇപ്പൊ നിനക്ക് വേറെ കല്യാണങ്ങളോ ഒന്നും ഇല്ലേ എന്തായാലും? സാരി ഞാൻ ഇവിടുത്തെ അമ്മയ്ക്ക് വാങ്ങിയതാ. ഇവിടുത്തെ അമ്മയുടെ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട്. അപ്പൊ അതിനു വേണ്ടിട്ട് വാങ്ങിയതാ. നിന്റെ പൈസക്കാണോ വാങ്ങിയത്? അതോ ഇവിടുത്തെ അമ്മ പൈസ തന്നു വിട്ടോ? പിന്നല്ലാതെ എന്റെ കാശിനാ വാങ്ങിയത്. ഞാൻ വാങ്ങിക്കൊടുത്തല്ലേ. ദൈവമേ, 8000 രൂപയുടെ സാരിയെ! ഹോ, എന്റെ ദൈവമേ, നീ എനിക്കിതുവരെ എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഹോ, പെറ്റമ്മയോടായിരിക്കും സാധാരണ എല്ലാ പെൺപിള്ളേർക്കും സ്നേഹം. ഇത് ഇവക്ക് നേരെ തിരിച്ചാ. അവക്ക് അവളുടെ അമ്മായിയമ്മേനെ മതി. അയ്യോ, ദൈവമേ, 1000-ന്റെയോ 2000-ന്റെയോ ആണെ പോട്ടെ നോക്കാം. 8000 രൂപയുടെ സാരിയെ! ഹോ, ഇടി, നിനക്ക് ജോലി കിട്ടിയിട്ട് ഇത്രയും നാളായില്ലേ? ഇന്ന് വരെ എനിക്കൊരു ടവല് പോലും നീ വാങ്ങി തന്നിട്ടുണ്ടോ? അമ്മയ്ക്ക് എന്താ വേണ്ടേ? ടവല് വേണോ? ടവല് വേണമെങ്കിൽ വാങ്ങിത്തരാം. ഞാനിവിടെ വാങ്ങി വെച്ചതുണ്ട്, പുതിയതാ. അത് വേണോ? കളിയാക്കണ്ട. ഞാനാ നിന്നെ പ്രസവിച്ചത്, അല്ലാണ്ട് നിന്റെ അമ്മായിയമ്മയല്ല. അങ്ങനെ പ്രസവിച്ചിട്ട് കാര്യമില്ല. എന്നെ പഠിപ്പിച്ചതും എനിക്ക് ജോലിയാക്കി തന്നതും ഒക്കെ ഇവിടുത്തെ അമ്മയാ. അമ്മ അത് മുടക്കാനേ നോക്കിയിട്ടുള്ളത്, അറിയാലോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അമ്മേ. അമ്മ ആലോചിച്ചു നോക്ക് നല്ലോണം. അന്നേരം അമ്മയ്ക്ക് എന്നോട് ഇങ്ങനെയൊന്നും പറയാൻ തോന്നൂല. പിന്നെ അമ്മ പഠിപ്പിച്ച് ജോലിക്കാരനാക്കിയ ഒരു മോനുണ്ടല്ലോ വീട്ടില്. അവനോട് പറ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരാൻ. അല്ല, പോയേക്കുവാണോ? ആ ഞാൻ എന്നാ പിന്നെ അങ്ങ് പോവുക. പിന്നെ മോള് സ്കൂട്ടി എടുത്തിട്ടുണ്ട്. അതിപ്പോ മറ്റന്നാള് വരും. അപ്പൊ പിന്നെ അതൊക്കെ കാണാൻ വേണ്ടി വാ. ആ പറഞ്ഞായിരുന്നു. സ്കൂട്ടി കിട്ടിക്കഴിയുമ്പം അതിലൊന്ന് വരട്ടെ, അപ്പൊ കാണാലോ. എന്നാ ഞാൻ പോയേക്കുവാ. ആ